ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്ത ഷോപ്പിംഗ് വ്ളോഗെല്ലാം വളരെ ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു. പക്ഷേ ഇത് കുറച്ച് അത്യാവശ്യം നമ്മൾ ഷോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ നെക്സ്റ്റ് മന്ത് ഒമാനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ്ങിനായിട്ടാണ് നമ്മൾ ഈ വട്ടം ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് ബനിയനൊക്കെ നോക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ആ ഒരു സൈസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതെല്ലാം കുറച്ച് വാങ്ങുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കർച്ചീഫ് വാങ്ങാനാണ് പോകുന്നത്. പക്ഷേ കർച്ചീഫ് നമുക്ക് ഒരു ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയതുമില്ല. അതുപോലെ ആ കോട്ടൺ ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. ഇത് കുറേ പോളിസ്റ്ററായിട്ടൊക്കെ നമുക്ക് തോന്നി. പിന്നെ ബെഡ്ഷീറ്റ് നോക്കുകയാണ്. അങ്ങനെ ബെഡ്ഷീറ്റ് നോക്കാനായിട്ട് ഞാനും അമ്മായും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. എനിക്കിഷ്ടപ്പെടുന്ന അമ്മക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ലാസ്റ്റ് ഒരു തീരുമാനത്തിലെത്തി ഒരെണ്ണം എടുത്തു. പിന്നെ നമ്മൾ ടീഷർട്ട് നോക്കാൻ കയറി. പക്ഷേ ടീഷർട്ട് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും ഒരു കാണാനും ഒരു ലുക്കില്ല, അതുപോലെ മെറ്റീരിയലും ഒന്നും രസമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിൽ പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നേരെ സുഡിയോയിലേക്കാണ് ഇനി പോകുന്നത്. സുഡിയോയിൽ പോയിട്ട് കുറച്ച് ടീഷർട്ടും അതേപോലെ പാൻസും ഒക്കെ വാങ്ങാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ അവിടെ പോയപ്പം കുറേ ടീഷർട്ട് ഉണ്ടായിരുന്നു. 199 കുറേ ടീഷർട്ട് കണ്ടു. അതിൽ എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയപ്പോഴേ എനിക്ക് റെഡ് കളർ ടീഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളത് ഫോട്ടോ ഇട്ടിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അണ്ണനെ. പക്ഷേ അത് അങ്ങനെ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ വേറൊരു കളറായിട്ടാണ് കാണുന്നത്. ഗ്രീനൊക്കെ ലൈറ്റ് ഗ്രീൻ ഉണ്ടല്ലോ, ആ ഗ്രീനൊക്കെ വേറെ കളറായിട്ടാണ് അതിനകത്ത് കാണുന്നത്. കുറച്ച് ക്രീമായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം നേരിട്ട് വന്നെടുക്കുമ്പം അത്രയും പ്രശ്നമില്ലല്ലോ എന്ന് വെച്ചിട്ട് എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ആ ടൈം കളയത്തില്ലല്ലോ. ആ ടൈം കൊണ്ട് ഞാനിവിടെ കാണാനുള്ള എല്ലാ ഡ്രസ്സുകളും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്രദർ വന്നു കഴിഞ്ഞപ്പം അപ്പം ബ്രദറിൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നോക്കി. അങ്ങനെ ഈ ഒരു സോക്സിനൊക്കെ 149 റുപ്പീസാണ് 3 എണ്ണത്തിന്. അങ്ങനെ നമ്മൾ അത് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോർമൽ ഷർട്ടും പാൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോർമൽ ഷർട്ടും പാൻറ്റും നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഒരു ഗേൾസിൻ്റെ സെക്ഷനിൽ പോവും, അവിടെ മാത്രമേ പോകാറുള്ളൂ. അപ്പോൾ ഈ ഫോർമൽസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ സോക്സിൻ്റെ കളറൊക്കെ സെലക്ട് ചെയ്യുകയാണ്. കുറച്ച് ഡാർക്ക് കളർ എടുക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. അങ്ങനെ കുറച്ച് കളറൊക്കെ സെലക്ട് ചെയ്തു. അപ്പം ഞാൻ കണ്ടതാണ് ഈ ഷീറ്റ് മാസ്ക്, കോഫിയുടെ ക്ലാരിഫയിങ് ഷീറ്റ് മാസ്ക്. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല, വെറുതെ നോക്കിയതുള്ളൂ. ഒരു വട്ടം ഞാൻ ഷീറ്റ് മാസ്ക് വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വേറെ ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സോപ്പ് അങ്ങനെയൊക്കെ വാങ്ങാൻ കയറിയതാണ്. അപ്പോഴാണ് ഈ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ഞാൻ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട്, അല്ലേ, ഭയങ്കര ചെറുതായിരുന്നു. പിന്നെ നമുക്ക് നെയിൽ കട്ടറും ഫേസ് വാഷും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വാങ്ങി. പിന്നെ ഇത് ബില്ലാക്കാൻ പോവാണ്. അപ്പോൾ ബില്ലാക്കുന്നിടത്ത് കുറച്ച് ടൈം എടുത്തു. കുറച്ച് ആളുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനും എൻ്റെ ബ്രദറും കൂടെ വീട്ടിലേക്ക് പോവാണ്. കാരണം എൻ്റെ കയ്യിലാണ് ഈ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്, ഞാനാണ് ഇതെല്ലാം പിടിച്ചേക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൊണ്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ തന്നെ സമയം ഒരു 6 മണി 7 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കണ്ടു, സ്റ്റുഡിയോയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളാണ് ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ.